ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായ ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയാണ്. ധാരാളം ലക്ഷറി വീടുകളുള്ള മനോഹരമായ ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി. 24 hours സെക്യൂരിറ്റി സേവനങ്ങളും ക്ലബ് ഹൗസ്, കിഡ്സ് പ്ലേ ഏരിയ, കോമൺ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയോട് കൂടിയാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 3.5 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ ഗേറ്റ് വില്ല കമ്മ്യൂണിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാടിന് സമീപം തെങ്ങോട് എന്ന സ്ഥലത്താണ് വീട് വരുന്നത്. 10.5 സെന്റിലാണ് 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി മനോഹരമായൊരു ലൊക്കേഷനിൽ വരുന്ന ഈ വീട് 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ കൂടിയാണ് ഇത് വരുന്നത്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെയുള്ള ധാരാളം സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റ് കൂടിയാണിത്. ഇതിൽ വിൽക്കാനുള്ള ഒരു യൂസ്ഡ് ഹൗസിൻ്റെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ബോക്സി മോഡൽ വീടാണെന്ന് ഇവിടെ സെയിലിനായിട്ടുള്ളത്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായാണ് ഇത് വരുന്നത്. ഒരേ സമയത്ത് തന്നെ 2-3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാക്കനാട് ഇൻഫോ പാർക്കിലേക്കെല്ലാം ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 200 മീറ്റർ ദൂരം വരുന്നുണ്ട്. തൊട്ടടുത്തുള്ള എടപ്പള്ളി ടൗണിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഗാർഡൻ എല്ലാം ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനെ നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കേബിൾ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ചെറിയ ഫംഗ്ഷനെല്ലാം നടത്താൻ പറ്റിയൊരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ സൈഡ് വശങ്ങളും അതുപോലെ ബാക്ക് സൈഡെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു മനോഹരമായ മോഡലാണിത് പണിതിരിക്കുന്നത്. വീടിന് ചുറ്റും കടുപ്പാക്കല്ലുകളെല്ലാം വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു ഗാർഡനാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ട് ഈ വീടിന് അവൈലബിൾ ആണ്. സൈഡിലേക്ക് പോയാൽ ഇവിടെ ഒരു കവേഡ് 2 കവേഡ് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. നല്ല വീതി കൂടിയ ഡോറാണ്, മെയിൻ ഡോറാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബയോമെട്രിക് ലോക്കാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ലഭിക്കുന്നത്. മാത്രമല്ല ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ എൻട്രി വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് വീട് സെയിലിനുള്ളത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫ്രിഡ്ജ് യൂണിറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെർവൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ കോമൺ ബാത്റൂം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാക്ക് വശത്തെല്ലാം നമുക്ക് കാണാം അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് കൂടെ തന്നെ ഒരു വർക്ക് ഏരിയയും അവൈലബിൾ ആണ്. കൂടെ ഒരു സ്റ്റോറേജ് സൗകര്യം, സ്റ്റോറേജ് റൂമും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വാൾഡ്രോബ് സൗകര്യമാണെങ്കിലും മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. അതിനു മുമ്പ് ഇവിടെയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും ഇവിടെയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് എല്ലാം ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് വശത്തിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ലിവിങ് സ്പേസ് നമുക്ക് കാണാം. ഒരു ഫാമിലി ലിവിങ് ഏരിയ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റ്, TV ഒക്കെ ആണുള്ള പ്രത്യേക സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്കാണ്. നമുക്ക് ഇനി ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഇവിടെയും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ബെഡ്റൂമുകൾ അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബെഡെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നമുക്ക് കാണാം, മനോഹരമായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി ഇതാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെ ബെഡ്റൂമും നൽകിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ടൗണിൻ്റെ വളരെ അടുത്തായി നിർമ്മിച്ചിരിക്കുന്ന കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് യാത്ര മാത്രമാണ് ഈ പ്രോജക്റ്റിൽ നിന്ന് വരുന്നുള്ളൂ. 10.5 സെൻറ്റിൽ നിർമ്മിച്ച ഈ വീട് 2600ഓളം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. മാത്രമല്ല 3 ബെഡ്റൂമുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 1,80,00,000 രൂപയാണ്. 8 വർഷം പഴക്കമാണ് ഈ പ്രോജക്റ്റിന് വരുന്നത്, ഈ വീടിന് വരുന്നത്. 1,80,00,000 രൂപയാണ് വില. തീർച്ചയായും നെഗോഷ്യബിളാണ്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് വീട് സെയിലിനിട്ടിരിക്കുന്നത്. ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.